പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. അങ്ങനെ വിക്രമിനോട് ശ്രീനിവാസൻ സാറ് പറഞ്ഞത് ഇതോടുകൂടി തന്നെ വാസവൻ അടങ്ങിയിരിക്കുമെന്നൊന്നും വിചാരിക്കണ്ട, ഇതോടുകൂടി തന്നെ അയാൾ കളി തുടങ്ങിയിട്ടേ ഉണ്ടാവുള്ളൂ, ആ കളി ഉടനെ തന്നെ ഉണ്ടാവുമെന്നൊക്കെ പറയാണ്. ഏതായാലും അടുത്ത കളിയുമായിട്ട് അയാൾ വരുന്ന സമയത്തിന് അതിൻ്റെതായിട്ടുള്ള രീതിയിൽ തകർക്കണമെന്നൊക്കെ പറയണ ആ സമയത്തിന് ഇത് കേട്ട് സുധ പറയുന്നുണ്ട്, ഇതിപ്പോ വിക്രം ഇങ്ങനെ ഒരു കാര്യം ചെയ്തതുകൊണ്ട് തന്നെ അത് ശ്രീനേട്ടന് ഗുണമായിട്ട് വന്നിട്ടേ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതെ അങ്ങനെ തന്നെയാണെന്ന് പറയും. വിക്രം ചോദിക്കുന്നുണ്ട്, സാർ പറഞ്ഞാൽ മതി, ഞാൻ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്ന സമയത്തിന് വരട്ടെ, സമയമാകുമ്പോൾ ഞാൻ നിന്നോടെല്ലാം പറയാമെന്ന് പറയും. പിന്നീട് കാണിക്കുന്നത് സുധാകര മാഷ് അന്വേഷിച്ചുകൊണ്ടതിന് കുറച്ച് കുട്ടികൾ ഇങ്ങനെ വീട്ടിലേക്ക് വരുന്ന സമയത്തിന് നന്ദിനിയുടെ മുന്നിൽ ചെന്ന് പെടാണ്. എന്നിട്ട് മാഷ് എവിടെ ട്യൂഷൻ ക്ലാസ്സിലേക്കൊന്നും കണ്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്തിന് ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞല്ലോ എന്ന് പറയും. അപ്പോൾ ഇനി 2 പരീക്ഷയും കൂടെ ബാക്കിയുണ്ട്, പാഠങ്ങളൊക്കെ എടുത്ത് തീർക്കാനുണ്ട് എന്നൊക്കെ പറയും കുട്ടികൾ. നന്ദിനി പറഞ്ഞിട്ട് മാഷ് ഇപ്പൊ ജീവിതാനുഭവങ്ങളുടെ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്നു, അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് ട്യൂഷൻ ക്ലാസ്സിലേക്ക് വരാൻ പറ്റാത്തതെന്നൊക്കെ പറയും. അന്നേരം വേദ വന്ന് ചോദിക്കുന്നതിന് എന്തിനാ നന്ദിനിയെടുത്ത് ഈ പിള്ളേരോടൊക്കെ അങ്ങനെയൊക്കെ പറയുന്നത്, മക്കളെ എന്താ നിങ്ങളുടെ പ്രശ്നമെന്ന് ചോദിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് കണക്കുകളൊക്കെ ചോദിച്ചറിയാനുണ്ടായിരുന്നു. അപ്പോഴേക്കും നന്ദിനി ഈ തീറ്റയും മറ്റുള്ളതൊക്കെ പഠിച്ചിട്ട് എന്താ കാര്യം എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തിന് ശ്രീജയടുത്തി അങ്ങോട്ടേക്ക് വരും. ആഹാ നിങ്ങളാണോ എന്ന് ശ്രീജയടുത്തി ചോദിക്കുന്ന സമയത്തിനെ വേദ ചോദിക്കുന്നുണ്ട്, ശ്രീജയടുത്തിക്ക് ഇവരെ അറിയോന്ന് ചോദിക്കും. ആ അച്ഛൻ്റെ ശിഷ്യന്മാരല്ലേ എന്ന് പറയും. നന്ദിനി പറഞ്ഞിട്ട് മക്കളെ ഈ തീറ്റയും കോഴ്സൊക്കെ പഠിച്ചിട്ടേ ഒരു കാര്യമില്ല, ജീവിതത്തിലൊന്നും ഒരിക്കലും രക്ഷപ്പെടാൻ പറ്റത്തില്ല, നിങ്ങളുടെ സംശയത്തിന്റെ മറുപടിയൊന്നും ഇവിടെ കിട്ടൂല എന്നൊക്കെ പറയും. അപ്പൊ വേദ പറഞ്ഞിട്ട് നന്ദിനിയെടുത്തേക്ക് അറിയില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞൂടെ, വെറുതെ ഇല്ല നന്ദിനിയെടുത്തി 10 തോറ്റതെന്നൊക്കെ പറയുന്ന സമയത്തിന് പിള്ളേരങ്ങ് കളിയാക്കി ചിരിക്കും. നന്ദിനിയെടുത്തി പറഞ്ഞിട്ട് 10 തോറ്റത് ഞാൻ പഠിക്കാത്തത് കൊണ്ടൊന്നുമില്ല, മോഡറേഷൻ മാർക്ക് പിടിച്ചു വെച്ചത് കൊണ്ടാണ് ഞാൻ 10 തോറ്റത് എന്ന് പറയും. അപ്പോഴന്നെ എന്നൊക്കെ പറഞ്ഞ് വേദ ഇങ്ങനെ കളിയാക്കും. നന്ദിനി പറഞ്ഞിട്ട് മക്കളെ നിങ്ങളൊരു കാര്യം ചെയ്തേ, ഈ നിൽക്കുന്നത് വലിയ പഠിപ്പിച്ച കണക്കുകാരി, ഈ കണക്കിലൊക്കെ വലിയ വിജയം കൈവരിച്ച ഒരാളില്ലേ ശകുന്തലാദേവി, അതേപോലെ തന്നെ ഇതിതാ വേദാദേവിയാണ്, നിങ്ങൾക്ക് വേണ്ട കണക്കൊക്കെ ഇവള് പറഞ്ഞു തരുമെന്നൊക്കെ തന്നെ പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ്. ഈ സമയത്തായിരിക്കും വിക്രം കുളി കഴിഞ്ഞ് അങ്ങോട്ടേക്ക് വരുന്നത്. വിക്രമിനെ കാണുന്ന സമയത്തിന് നന്ദിനി ഇങ്ങനെ കളിയാക്കി കൊടുത്ത് ഇവർ തീറ്റ പഠിക്കാൻ വന്നതാണെന്ന് പറയും. ഇവരുടെ സംസാരമെല്ലാം കേട്ടുകൊടുത്തിന് വിക്രം അങ്ങോട്ടേക്ക് വരുന്നുണ്ടാവും. നന്ദിനി പറയുന്നത് ഇവരൊക്കെ തീറ്റ പഠിക്കാൻ വന്നതാണെന്ന് പറയും. അങ്ങനെ നന്ദിനി അകത്തേക്ക് കയറി പോകുന്ന സമയത്തിന് വിക്രം വന്ന് പറഞ്ഞിട്ട് നന്ദിനിയേട്ടി ഇതൊന്ന് നിന്നേന്ന് പറയും. നന്ദിനിയേട്ടത്തിന്റെ വീട്ടിലേക്ക് പോകുന്നത് വഴി ഒരു വലിയ മരമില്ലേ, ആ ഉണ്ട്, ആ മരത്തിന്റെ നീളം എത്രയാണെന്ന് ഏട്ടത്തിക്ക് അറിയോന്ന് ചോദിക്കും. അപ്പോൾ മരത്തിന്റെ മേലേക്ക് ആരെങ്കിലും ടാപ്പ് കൊണ്ടുപോകുമെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് അങ്ങനെ ടാപ്പ് മരത്തിന്റെ മുകളിലേക്ക് കൊണ്ടുപോവാതെ തന്നെ അതിന്റെ ഉയരം അളക്കാനുള്ളത് തന്നെയാണ് ഈ A² B² തീറ്റയൊക്കെ, അതൊക്കെ നന്ദിനിയേട്ടത്തിക്ക് അറിയാവോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അയ്യോ എനിക്കതൊന്നും അറിയണ്ട, ജീവിക്കാൻ മാത്രം ഞാൻ പഠിച്ചിട്ടുണ്ട്, എനിക്കത് മതി, നിനക്കിതൊക്കെ അറിയാഞ്ഞിട്ട് പോലും നിന്റെ ഗതി എന്താ നിനക്കറിയാലോ, നീ നിന്റെ കാര്യം നല്ലോണം ആലോചിച്ചാൽ നിനക്ക് കൊള്ളാം, ഇതൊക്കെ അറിഞ്ഞിട്ട് പോലും നിന്റെ ജീവിതത്തിൽ നിനക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ. നന്ദിനിയെടുത്ത് വിക്രമിനെ ഇങ്ങനെ കളിയാക്കുന്ന സമയത്തിന് വിക്രമിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയാതെ അങ്ങനെ നിൽക്കുമായിരിക്കും. പെട്ടെന്ന് തന്നെ വേദന വിഷയം മാറ്റി സംസാരിക്കുന്നുണ്ട്. വിക്രം ഇവർ അച്ഛനെ കാണാൻ വേണ്ടി വന്നതാ, ഇവർക്ക് കണക്കിൽ എന്തോ സംശയമുണ്ടത്രേ, സയൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ നോക്കാമായിരുന്നു, പക്ഷേ കണക്കിന്റെ കാര്യം എനിക്ക് അത്ര അങ്ങ് അറിയില്ല. വിക്രം ഇവരുടെ സംശയങ്ങൾക്ക് മറുപടി ഒന്ന് പറഞ്ഞു കൊടുക്കുമെന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം അവരോട് അവിടെ ഇരിക്കാൻ പറയാണ്. അങ്ങനെ വിക്രം അവർക്കുള്ള സംശയത്തിൽ ആ ഒരു മറുപടിയൊക്കെ പറഞ്ഞു കൊടുക്കാണ്. കണക്കിന്റെ കാര്യങ്ങൾ അങ്ങനെ സോൾവ് ചെയ്ത് കൊടുക്കുന്നതും കണ്ടുകൊണ്ടായിരിക്കട്ടെ കമലം അങ്ങോട്ടേക്ക് വരുന്നത്. കമലം എന്താന്ന് വന്ന് ചോദിക്കുന്ന സമയത്തിന് തീറ്റ പഠിക്കാൻ വന്നതാക്കെ പറഞ്ഞ് നന്ദിനി ഇങ്ങനെ കളിയാക്കി പറയും. ഇവരൊക്കെ കണക്ക് പഠിക്കാൻ വന്നതാന്നിങ്ങനെ ശ്രീജേടത്തി പറയും. നന്ദിനിക്ക് ഭയങ്കര അങ്ങ് ദേഷ്യം വന്ന് നേരെ വിനായകന്റെ അടുത്തേക്ക് ചെന്നതിന് ശേഷം മുഖത്തേക്ക് അങ്ങ് വെള്ളം ഒഴിച്ച് നീപ്പിക്കും. വിനായകൻ പെട്ടെന്ന് എഴുന്നേറ്റ് എന്താന്ന് ചോദിക്കുന്ന സമയത്തിന് അതെ മണി 9 കഴിഞ്ഞു എന്ന് പറയും. അപ്പോൾ വിനായകൻ ചോദിക്കുന്നത് അതിന് എനിക്കിന്ന് കച്ചവടമൊന്നും ഇല്ലല്ലോ. നന്ദിനി പറഞ്ഞിട്ട് അതെ ഇവിടെ കുറെ ആൾക്കാർ തീറ്റ പഠിപ്പിക്കാന്ന് പറയുന്ന സമയത്തിന് വിനായകൻ ചോദിക്കുന്നുണ്ട് എന്ത് തിന്നാൻ പഠിപ്പിക്കേ, അതെ തിന്നാനല്ല തീറ്റ, തീറ്റോ എന്ത് കോഴിത്തീറ്റ, ഇങ്ങളോടൊന്നും പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതെ വിക്രം അവിടെ പഠിക്കാൻ വന്ന കുട്ടികൾക്ക് A² B² തീറ്റയൊക്കെ പഠിപ്പിക്കാന്ന് പറയുന്ന സമയത്തിന് വിനായകൻ പറഞ്ഞിട്ട് ഓ അതാണോ, അല്ലെങ്കിലും അവനക്ക് നല്ല ബുദ്ധിയാണടി, അവൻ നല്ല ബ്രില്യൻ്റ് ആണെന്നൊക്കെ പറയും. അപ്പൊ നന്ദിനി ചോദിക്കുന്നുണ്ട് ഇവിടുത്തെ അച്ഛനും ബ്രില്യൻ്റ്, ഇവിടുത്തെ വിക്രമും ബ്രില്യൻ്റ്, പിന്നെ നിങ്ങൾ മാത്രം എന്താ ഇങ്ങനെ ആയിപ്പോയത്. അപ്പോൾ വിനായകൻ ചോദിക്കുന്നുണ്ട് നിന്റെ അമ്മയും നിന്റെ അച്ഛനും ചേച്ചിയൊക്കെ കാണാൻ കൊള്ളാലോ, പക്ഷെ നീ മാത്രം എന്താ ഇങ്ങനെ മാങ്ങാണ്ടി ചവിട്ടിയതുപോലെ ആയതെന്ന് ചോദിക്കും. അപ്പൊ നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ദേ വിനയേട്ടാന്ന് പറയുന്ന സമയത്തിന് വിനായകൻ പറയുന്നുണ്ട് എടോ നന്ദിനി ഓരോരുത്തർക്കും ഓരോ വിഷയമുണ്ട്, എന്നാൽ അവരെ പോലെയാണോ ഞാൻ, പണം ഉണ്ടാക്കുന്നില്ലേ, പണം തുട്ട് കാശ് എന്നൊക്കെ പറഞ്ഞ വിനായകൻ ഇങ്ങനെ പാട്ടുപാടിയിട്ട് ചോദിക്കുന്നുണ്ട് അതുപോലെ നമുക്ക് എന്നൊക്കെ ചോദിക്കും. ആ പണം കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ഒരു ട്യൂഷൻ സെന്റർ വരെ തുടങ്ങും, പക്ഷേ ഇപ്പം ഏതായാലും അതൊന്നും വേണ്ട, നീ പോയിട്ട് എനിക്കൊരു ചായ എടുത്തുകൊണ്ട് പോകാന്നൊക്കെ പറഞ്ഞ് നന്ദിനി അവിടെ നിന്ന് പറഞ്ഞു വിടും. വിക്രം ഏതായാലും ഈ സമയത്ത് കുട്ടികൾക്കുള്ള ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്ത് കൊടുത്ത് അവരവിടെ നിന്നങ്ങ് പറഞ്ഞു വിടുന്ന സമയത്തിനെ വേദം വന്ന് ചോദിക്കുന്നുണ്ട് ആഹാ വിക്രത്തിന് ഇത്രത്തോളം വിവരമുണ്ടായിരുന്നു, ഇത്രത്തോളം ഓർമ്മ ഉണ്ടായിരുന്നു പഠിച്ച കാര്യങ്ങളൊക്കെ എന്ന് ചോദിക്കും. എനിക്കിതൊന്നും ഓർമ്മ വന്നില്ലല്ലോ എന്ന് വേദ പറയുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട് അതെ വെറുതെ അങ്ങ് പഠിച്ചാൽ പോരാ, മനസ്സിരുത്തി പഠിക്കണം, കാണാപ്പാടം വല്ലതും പഠിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആവശ്യം വരുമ്പോൾ ഇതൊക്കെ മറന്നു പോകുമെന്നും പറയും. ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്ന സമയത്തിന് അതെ അങ്ങനെ തന്നെയാണെന്നൊക്കെ പറഞ്ഞ വിക്രം അവിടെ നിന്നും പോവാണ്.
ഇതേ സമയത്തിന് സുധാകരൻ മാഷ് അങ്ങോട്ടേക്ക് വന്നിട്ട് വേദയോട് ചോദിക്കുന്നുണ്ട്, കുറച്ച് പിള്ളേര് എന്നെ അന്വേഷിച്ച് വന്നിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുന്ന സമയത്തിന് ആ പിള്ളേര് വന്നിട്ടുണ്ടായിരുന്നു. അവർക്ക് മാത്സിൽ കുറച്ച് സംശയം ഉണ്ടായിരുന്നു, എക്സാം അല്ലേ, അപ്പോൾ ആ ഒരു ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വന്നതാ. മാഷ് കുറച്ച് ദിവസമായി ട്യൂഷൻ ക്ലാസ്സിലേക്ക് ചെന്നിട്ട് എന്ന് പറഞ്ഞു എന്ന് പറയുന്ന സമയത്തിന് സുധാകരൻ മാഷ് പറയുന്നുണ്ട്, ഇവിടുത്തെ കോലാഹലങ്ങൾക്കിടയിൽ എനിക്ക് ട്യൂഷൻ ക്ലാസ്സിലേക്ക് പോകാൻ പറ്റിയില്ല എന്ന് പറയും. വേദ പറയുന്നുണ്ട്, വിക്രം ഏതായാലും അവർക്ക് ഡൗട്ടൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്തിന് വിക്രമോ എന്ന് ചോദിക്കും. അതെ, വിക്രം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്, അച്ഛൻ ഇനി പേടിക്കണ്ട എന്ന് പറയുന്ന സമയത്തിന് മാഷ് പറയുന്നുണ്ട്, അതെന്തിനാ അങ്ങനെ ചെയ്തത്, ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞിട്ട് അവരെ പറഞ്ഞു വിട്ടാ പോരായിരുന്നോ എന്ന് ചോദിക്കും. അവന്റെ സ്വഭാവം എങ്ങാനും പിള്ളേരെ അനുകരിച്ചാലോ? പറഞ്ഞു കൊടുക്കുന്ന സ്വഭാവമായിരിക്കില്ല മനസ്സിലുണ്ടായിരിക്കുന്നത്. കുട്ടികൾ പിന്നെ ആ ആളെ അനുകരിക്കാൻ നോക്കുമെന്നൊക്കെ ഇങ്ങനെ വിക്രമിനെ കുറ്റപ്പെടുത്തി സംസാരിക്കാണ് മാഷ്. ആ സമയത്തിന് വേദ പറയുന്നുണ്ട്, അങ്ങനെയാണെങ്കിൽ ഇത്ര നല്ല സ്വഭാവമുള്ള മാഷ് ഇവിടെ ഉണ്ടായിട്ട് പോലും വിക്രം എന്തുകൊണ്ട് മാഷിനെ അനുകരിച്ച് പഠിച്ചില്ല? അങ്ങനെ പെട്ടെന്ന് ഒരാളെ അനുകരിക്കുന്നതല്ലല്ലോ മനുഷ്യരുടെ സ്വഭാവം എന്നൊക്കെ ഇങ്ങനെ വേദ തിരിച്ചു പറയുന്ന സമയത്തിന് മാഷിന് പിന്നെ ഒന്നും മിണ്ടാൻ കഴിയുന്നില്ല. മാഷ് ഒന്നും മിണ്ടാതെ തല താഴ്ത്തിയിട്ട് അങ്ങനെ അകത്തേക്ക് പോവാണ്. പിന്നീട് അങ്ങനെ വിക്രം ശ്രീനിവാസൻ സാറിനെ കാണാൻ വരുന്ന സമയത്തിന് പത്രത്തിൽ ആ ഒരു വാർത്ത കാണിച്ചു കൊടുക്കും. ഇത് കണ്ടില്ലേ, ആശുപത്രിയിൽ നിന്ന് വിതരണം ചെയ്ത് മരുന്ന് കഴിച്ച് രോഗി അത്യാസന്ന നിലയിൽ പിന്നീട് മരിച്ചു എന്നുള്ള വാർത്തയൊക്കെ കണ്ടില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, ഇതൊക്കെ ഞാൻ രാവിലെ വായിച്ചതായിരുന്നു എന്ന് പറയും. ഇങ്ങനെ ചില കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട്, ഇതിന്റെ പിന്നിൽ വലിയൊരു റാക്കറ്റ് തന്നെയുണ്ട്, ഇതൊക്കെ നമുക്ക് വെളിച്ചത്ത് കൊണ്ടുവരണം വിക്രം, ഇലക്ഷനെയും അത് സഹായിക്കുമെന്ന് ശ്രീനിവാസൻ സാർ പറയുന്ന സമയത്തിന് വിക്രം ചോദിക്കുന്നുണ്ട്, അതിനിപ്പോ ഞാൻ എന്താ ചെയ്യേണ്ടത് സാർ? ശ്രീനിവാസൻ സാർ പറഞ്ഞിട്ട്, ഇതുപോലെ കുറച്ച് സാമ്പിൾ മരുന്ന് വാങ്ങിച്ച് നമുക്കത് ടെസ്റ്റ് ചെയ്ത് നോക്കണമെന്നൊക്കെ പറയും. ഇതേ സമയത്തായിരിക്കട്ടോ സുധ ചായമായിട്ട് വരുന്നത്. അങ്ങനെ ഞാൻ ഉദ്ദേശിക്കുന്ന ആളെ തന്നെയാണ് ഇതിന്റെ പിന്നിലെങ്കിൽ അതൊന്ന് പിന്നെ നമുക്ക് വലിയ ഉപകാരമാവാൻ സാധ്യതയുണ്ട് എന്നൊക്കെ പറയും. എന്തായാലും സൂക്ഷിച്ച് വേണം കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോവാൻ. നീ ഏതായാലും ഇതൊന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കുക എന്ന് പറയുന്ന സമയത്തിന് ശരി സാർ എന്നൊക്കെ പറഞ്ഞ് വിക്രം അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണേ. പിന്നീട് കാണിക്കുന്ന നന്ദിനി വന്നിങ്ങനെ ശ്രീജയോട് ചോദിക്കുന്നുണ്ട്, ശ്രീജയെടുത്തി അവൾ എവിടെ, വേദ എവിടെയെന്ന് ചോദിക്കും. പിന്നീട് നന്ദിനി ശ്രീജയുടെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, ശ്രീജയെടുത്തി അവൾ എവിടെയെന്ന് ചോദിക്കും. ആര്? വേദ. എനിക്ക് കുറച്ച് വെള്ളം കോരി തരാൻ പറയോ, ഞാൻ പറഞ്ഞ അവൾ കേൾക്കൂല എന്ന് പറയുന്ന സമയത്തിന് ശ്രീജ പറയുന്നുണ്ട്, വേദ എവിടെയോ പോവാൻ നിൽക്കുകയാണല്ലോ എന്ന് പറയും. അവൾക്ക് എവിടെ വേണമെങ്കിലും പോവാനുള്ള, ഏത് നേരം കെട്ടിയൊരുങ്ങിയെന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്തിന് വേദ അങ്ങോട്ടേക്ക് വരികയാണ്. നന്ദിനി ചോദിക്കുന്നുണ്ട്, നീ എങ്ങോട്ടൊക്കെ ഈ ഒരുങ്ങിക്കെട്ടി പോകുന്നതെന്ന് ചോദിക്കുന്ന സമയത്തിന് എന്താന്ന് ചോദിക്കും. അല്ല, നീ ഏത് നേരം നോക്കിയാലും ഇതുപോലെ ഇങ്ങനെ ഒരുങ്ങിക്കെട്ടി പലയിടത്തേക്കായിട്ട് പോവാണല്ലോ. അപ്പൊ വേദ ചോദിക്കുന്നുണ്ട്, നന്ദിനിയുടെ ഇതുപോലെ പോവാതെ നന്ദിനിയടുത്തേക്ക് പോവാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ലേ? എനിക്ക് ഏതായാലും ഇതുപോലെ പോവാൻ സ്ഥലമുണ്ട് എന്ന് പറയും. നന്ദിനി പറഞ്ഞിട്ട്, എനിക്ക് എവിടെയും പോവാൻ സ്ഥലമില്ലാത്തത് കൊണ്ടല്ല, തിരക്കൊഴിഞ്ഞ് ഇവിടെ നിന്ന് പോവാനൊക്കെ സമയം കിട്ടട്ടെ, അല്ല എവിടേക്ക് ഈ ഉടുത്തൊരുങ്ങി പോകുന്നത് എന്ന് ചോദിക്കും. അല്ല പറയണമെന്നുണ്ടോ എന്ന് ചോദിക്കുന്ന സമയത്തിന് നന്ദിനി പറഞ്ഞിട്ട്, അതേ പറയണം. വിക്രമിന്റെ ശത്രുക്കൾ ആരെങ്കിലും നിന്നെ തട്ടിക്കൊണ്ടു പോവുകയാണെങ്കിൽ പോലീസുകാർ വന്ന് ചോദിക്കുന്ന സമയത്തിന് നീ എങ്ങോട്ടേക്കാ പോകുന്നത് എന്ന് ചോദിക്കുന്ന സമയത്തിന് ഞങ്ങൾക്കത് പറഞ്ഞു കൊടുക്കണ്ടേ? നന്ദിനി അതും പറഞ്ഞു ഇങ്ങനെ കളിയാക്കി ചിരിക്കുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, ഈ ചിരിക്ക് മറ്റൊരു പേരുണ്ട്, അതിപ്പോ ഏതായാലും ഞാൻ പറയുന്നില്ല. പിന്നെ ഞാൻ പോകുന്ന നേരെ ഊളോമ്പാറക്കാണ്, അവിടെ നല്ലൊരു ഡോക്ടർ ഉണ്ട്. ഇതുപോലെ അനിയന്റെ ഭാര്യയെ കാണുന്ന സമയത്തിന് ഇടയ്ക്കൊരു തല ചൊരിച്ചിലും ഇതുപോലെ വയറുകടിയും, അപ്പോൾ അത് മാറാനുള്ള മരുന്ന് തേടിയിട്ടാണ് ഞാൻ പോകുന്നത് എന്ന് പറയും. എന്തായാലും നന്ദിനി അടുത്തേക്ക് വേണ്ടിയിട്ട് ഞാൻ അവിടെ നിന്ന് പോയി നോക്കട്ടെ, തിരിച്ചു വന്നിട്ട് മരുന്നിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാമെന്നിങ്ങനെ വേദ പറയുന്ന സമയത്തിന് എടി എന്നൊക്കെ പറഞ്ഞ് ചെല്ലാട്ടോ നന്ദിനി. എടി നിന്റെ നാവ് ഇത്തിരി കൂടുന്നുണ്ട് കേട്ടോ എന്ന് പറയുന്ന സമയത്തിന് വേദ പറഞ്ഞിട്ട്, അതെ നാവിന്റെ നീളം കൂടുകയാണെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്ത് കളഞ്ഞോളാം, നന്ദിനി അടുത്ത് വിഷമിക്കണ്ട, ഞാൻ ഏതായാലും പോയിട്ട് വരട്ടെ ബായ് എന്നൊക്കെ പറഞ്ഞ വേദ അവിടെ നിന്ന് പോവാണ്. നന്ദിനിക്ക് അങ്ങ് ദേഷ്യം വന്നിട്ട് ഇവളെ കൂടെ തോറ്റു എന്നൊക്കെ പറഞ്ഞ് അവിടെ അങ്ങനെ പിടിച്ചിരിക്കുന്ന സമയത്തിന് ശ്രീജി ചോദിക്കുന്നു, നീ എന്തിനാ കുട്ടിനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാൻ പോകുന്നത്? അപ്പോൾ പിന്നെ നിങ്ങൾ രണ്ടുപേരും പിന്നെ ഒറ്റ സൈഡാണല്ലോ എന്നിങ്ങനെ ദേഷ്യപ്പെട്ട് പറയാണ് നന്ദിനി. പിന്നീട് കാണിക്കുന്നത് വിക്രമിന്റെ കൂടെ രാജേട്ടനും വന്നിട്ട് മെഡിക്കൽ സ്റ്റോറിൽ പോയിട്ട് കുറച്ചധികം മരുന്നുകളൊക്കെ വാങ്ങിക്കാണ്. മരുന്നൊക്കെ വാങ്ങിച്ചതിന് ശേഷം രണ്ടുപേരും അവിടെ നിന്നും പോരും. അങ്ങനെ വേറെ സ്ഥലത്ത് കൊണ്ടുവന്നിട്ട് ആ ഒരു മരുന്നുകൾ ഓരോന്നായിട്ട് ഇങ്ങനെ ചെക്ക് ചെയ്യാണ്. ഒരു കുപ്പിമരുന്നിന്റെ എക്സ്പയറി ഡേറ്റ് നോക്കുന്ന സമയത്തിന് അതിങ്ങനെ ഉരച്ചു നോക്കുമ്പോൾ അതിന്റെ താഴെ വേറെ ഡേറ്റും മുകളിൽ വേറെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് വേറൊരു ഡേറ്റ് ആയിട്ടാണ് കാണുന്നത്. അത് കാണുമ്പോൾ ഇവർക്ക് അങ്ങ് ദേഷ്യം വരണം. നേരെ ആ മെഡിക്കൽ സ്റ്റോറിലേക്ക് പോയിട്ട് അവരെ രണ്ടങ്ങ് പൊട്ടിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് വിക്രം പറഞ്ഞിട്ട്, വരട്ടെ, അനിയൻകുട്ടനും രാജേഷും മറ്റൊരു വഴിക്ക് പോയിട്ടുണ്ട്, ഇനി അവരും കൂടെ വരട്ടെ, ആ മരുന്നും കൂടെ കളക്ട് ചെയ്യട്ടെ എന്നൊക്കെ പറഞ്ഞു നിൽക്കും. ഇതേ സമയത്തിന് വേദ പുറത്തു പോകാൻ വേണ്ടിയിട്ട് ഓട്ടോ വെയിറ്റ് ചെയ്ത് നിൽക്കുന്ന സമയത്തിന് ഒരു ഓട്ടോ കാണുമ്പോൾ കൈ കാണിക്കാണ്. രാധയുടെ ഓട്ടോ ആണ് അത് എന്നറിയാതെ ആയിരിക്കും കൈ കാണിക്കുന്നത്. ഏതായാലും രാധയാണ് ഓട്ടോയിൽ നിന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ വേദ അങ്ങോട്ടേക്ക് തിരിഞ്ഞു നടക്കും. രാധ ഏതായാലും ഓട്ടോ നിർത്തിക്കൊണ്ട് തന്നെ രാധ ചോദിക്കുന്നത്, എന്താ കയറുന്നില്ലേ എന്ന് ചോദിക്കുന്ന സമയത്തിന് വേദ ഒരു അനിഷ്ടത്തോടു കൂടി തന്നെ അങ്ങോട്ടേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നതും കാണിച്ചുകൊണ്ടാണ് കേട്ടോ എപ്പിസോഡ് പൂർണ്ണമാവുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കില്ല.